പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്യുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത പരമ്പരയുടെ 94-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് തേജസ്കരണത്തിന് ശേഷമുള്ള 1-ാം ഞായറാഴ്ച. കർത്താവായ യേശു പറയുന്ന ഒരു ഉപമ, 2 പുത്രന്മാരെ കുറിച്ച് പറയുന്ന ഉപമയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗ പ്രതിപാദ്യം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വചനഭാഗമാണ് ഈ ഉപമ വിവരിക്കുന്ന വേദഭാഗം. തേജസ്കരണ കാലത്തെ പ്രധാന ചിന്ത സ്വർഗരാജ്യത്തിൻ്റെ മുന്നാസ്വാദനം എന്നുള്ളതാണ്. സ്വർഗരാജ്യം കേവലം വരാനിരിക്കുന്ന പ്രതീക്ഷയിലിരിക്കുന്ന ഒരു അനുഭവമല്ല, മറിച്ച് ഈ ലോകത്തിൽ തന്നെ ആരംഭിക്കുന്നതും ഈ ലോകത്തിൽ നാം അനുഭവിക്കുന്നതുമായ സത്യമാണ് എന്നുള്ള ഒരു ചിന്ത വിശുദ്ധ മത്തായി കൈമാറുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 5 പ്രഭാഷണ പരമ്പരയിൽ അവസാനത്തേതായ യുഗാന്ത്യ പ്രഭാഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ സുവിശേഷം വരുന്നത്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള അർഹത ഒരുവന് എങ്ങനെ നേടിയെടുക്കുവാൻ സാധിക്കും, കൈവരിക്കുവാൻ സാധിക്കും എന്നതാണ് ഈ ഉപമയുടെ പ്രതിപാദ്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ മുഖ്യ പ്രമേയങ്ങളിൽ ഒന്നാണ് സ്വർഗരാജ്യം എന്നുള്ളത്. മറ്റു സുവിശേഷകന്മാർ സ്വർഗരാജ്യം എന്നുള്ളതിന് പകരം ദൈവരാജ്യം എന്ന് ഉപയോഗിക്കുക പതിവാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ രാജ്യമെന്നോ സ്വർഗരാജ്യമെന്നോ ആണ് കൂടുതലായി പരാമർശിക്കുക. ദൈവരാജ്യം എന്നുള്ള പ്രയോഗം വളരെ കുറവ് മാത്രമാണ് മത്തായിയിൽ കാണുക. രാജ്യം എന്ന പ്രയോഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 51 പ്രാവശ്യമുണ്ട്. സ്വർഗരാജ്യം എന്നുള്ള പ്രയോഗം 33 പ്രാവശ്യമുണ്ട്. എന്നാൽ ദൈവരാജ്യം എന്ന പ്രയോഗം കേവലം 4 പ്രാവശ്യം മാത്രമേ ഉള്ളൂ. എന്താണ് ഇതിന് കാരണം? ദൈവനാമം വൃഥ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ദൈവനാമ പ്രയോഗങ്ങൾ കഴിവതും ഒഴിവാക്കണം എന്നുള്ള യഹൂദ ചിന്തയുടെ ചുവട് പിടിച്ചാണ് വിശുദ്ധ മത്തായി ദൈവരാജ്യം എന്നുള്ള പ്രയോഗം കുറച്ചുകൊണ്ട് രാജ്യമെന്നോ സ്വർഗരാജ്യമെന്നോ ഇതേ അർത്ഥത്തിൽ തന്നെ പ്രയോഗിക്കുക. 2 പുത്രന്മാരുടെ ഉപമയുടെ അവതരണത്തിന്റെ അവസരത്തിൽ ആണ് ഈ വലിയ ഒരു ദൈവരാജ്യ ചിന്ത വിശുദ്ധ മത്തായി കൈമാറും. പ്രാചീന കയ്യെഴുത്ത് പ്രതികളിൽ ഈ വേദഭാഗം നാം പരിശോധിക്കുമ്പോൾ വിശുദ്ധ മത്തായി അവതരിപ്പിച്ചിരിക്കുന്ന അതനുസരിച്ച് പ്രാചീന കയ്യെഴുത്ത് പ്രതികളിൽ പോകുവാൻ മനസ്സില്ല എന്ന് മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്ക് പോകുവാൻ മനസ്സില്ല എന്ന് പറഞ്ഞ ഒരു പുത്രൻ പശ്ചാത്തപിച്ച് തൻ്റെ പിതാവിൻ്റെ ഹിതമനുസരിച്ച് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുവാൻ പോകുന്നു എന്നാണ് ആദ്യമായി പറയുക. രണ്ടാമതാണ് പോകാം എന്ന് പറഞ്ഞ ഒരു പുത്രൻ പോകാതിരിക്കുന്നതായിട്ട് പ്രാചീന കയ്യെഴുത്ത് പ്രതികളിൽ കാണാം. എന്നാൽ POCയുടെ മലയാള തർജ്ജമയനുസരിച്ച് ഈ ഒരു ക്രമത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. POC ബൈബിളിൽ നാം വായിക്കുന്നതനുസരിച്ച് 2 മക്കൾ ഉള്ള ഒരു പിതാവ് തൻ്റെ ഒരു മകനോട് പോകുവാൻ പറയുമ്പോൾ അവൻ പോകാം എന്ന് പറഞ്ഞു, പക്ഷേ അവൻ പോയില്ല. രണ്ടാമത്തെ മകനോട് പോകണം എന്ന് പറഞ്ഞപ്പോൾ പോകുവാൻ മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് അല്പസമയം കഴിഞ്ഞ് അവൻ പശ്ചാത്തപിച്ച് പിതാവിൻ്റെ വാക്കനുസരിച്ച് മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി എന്നുള്ള ക്രമത്തിലാണ് ഇവിടെ അവതരിപ്പിക്കുക. ഈ സുവിശേഷത്തിൽ അവസാനമായി പറയുന്ന സനാതനമായ യേശുവിൻ്റെ പഠിപ്പിക്കലിന്, മാനസാന്തരപ്പെട്ട് അവൻ പോയി എന്നുള്ള പഠിപ്പിക്കലിന്
ദൈവരാജ്യത്തിന് ആര് അർഹരാകും എന്നുള്ള ആ വലിയ ചിന്തയ്ക്ക് യോജിച്ച രീതിയിലാണ് മലയാളം ബൈബിളിൽ ഇതിന്റെ ഒരു ക്രമീകരണം വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാചീന കയ്യെഴുത്ത് പ്രതികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതി തർജ്ജമയിൽ സ്വീകരിച്ചിരിക്കുന്നു. ഈ വേദഭാഗത്തിന്റെ വിശദമായ പഠനത്തിലേക്കും ചിന്തയിലേക്കും നാം കടക്കുമ്പോൾ നാം അവിടെ കാണുന്നത് ഈ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28-ാം തിരുവചനത്തില് ഈ ഉപമ ആരംഭിക്കുന്നിടത്ത് പറയുന്ന ഒരു വാക്ക് ശ്രദ്ധേയമാണ്. ശ്രോതാക്കളോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്തു തോന്നുന്നു? യേശു പറയുന്ന ഒരു ഉപമ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശ്രോതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കുവാനുള്ള ഒരു പ്രയോഗമാണിത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ യേശു ശിമയോനോട് പറയുന്നത്, ശിമയോനെ നിനക്ക് എന്തു തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചുങ്കം പിരിക്കുന്നതിന്റെ സാങ്കത്യത്തെക്കുറിച്ച് യേശു സംസാരിക്കുന്നത്. ശ്രോതാക്കളുടെ അഭിപ്രായത്തിന് മുമ്പിൽ ചിന്തകൾ പകരുന്ന രീതിയിലുള്ള പ്രയോഗം അതാണ് ഇവിടെ കാണുക. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ശ്രോതാക്കൾക്ക് വിധി പറയാം എന്നുള്ള രീതിയിലുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് ഈ ഉപമ ആരംഭിക്കുന്നത്. എന്നിട്ട് യേശു പറയുകയാണ്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാം എന്നവൻ പറഞ്ഞു, എങ്കിലും പോയില്ല. അവൻ രണ്ടാമന്റെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു, എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. എന്നിട്ട് യേശു ചോദിക്കുകയാണ്, ഈ 2 പേരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത്? നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്നുള്ള ചോദ്യത്തിന് അല്പം കൂടി ഒരു ചോദ്യം എന്ന രീതിയിൽ യേശു അവരുടെ ഹിതം ആരായുകയാണ്, അവരുടെ അഭിപ്രായം ആരായുകയാണ്. ഇവരിൽ ഈ 2 പേരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത് എന്ന്. യേശുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന പ്രധാന പുരോഹിതന്മാരോടും ജനപ്രമാണികളോടുമാണ് യേശു ഈ ഉപമ പറയുക. മുന്തിരിത്തോട്ടത്തിലെ ജോലിയാണ് ഇവിടുത്തെ പശ്ചാത്തലം, ഇവിടുത്തെ പ്രതിപാദ്യ പശ്ചാത്തലം. യേശുവിന്റെ കാലത്തെ പലസ്തീനായിലെ പ്രധാനമായും 3 തരം വൃക്ഷങ്ങളും ചെടികളുമാണ് പരാമർശിക്കപ്പെടുക. അത്തി, ഒലിവ്, മുന്തിരി. ഈ 3 ചെടികൾ അല്ലെങ്കിൽ മരങ്ങൾ പ്രത്യേകമായി ബൈബിളിലെ പ്രതിപാദിപ്പിക്കപ്പെടുന്നു. അത്തിയുടെ പ്രത്യേകതകളെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് അവിടെ പറയുക. ഒലിവിന്റെ പ്രത്യേകതകൾ പരാമർശിച്ചുകൊണ്ടാണ് പറയുക. മുന്തിരിയുടെയും മുന്തിരിത്തോട്ടത്തിന്റെയും പ്രത്യേകതകൾ വെച്ചുകൊണ്ടാണ് ഈ പ്രയോഗങ്ങൾ വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നത്. മുന്തിരിച്ചെടി, മുന്തിരിത്തോട്ടം ഇവയെല്ലാം ദൈവരാജ്യത്തിന്റെ പശ്ചാത്തലത്തിൽ സമൃദ്ധിയെയും വിളവെടുപ്പിനെയും സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ മുന്തിരിത്തോട്ടം എന്നുള്ള പ്രയോഗമാണ്, അതാണ് ഈ 2 മക്കളുടെയും ജോലി സ്ഥലമായിട്ട്, അവർ പോകേണ്ട സ്ഥലമായിട്ട് സുവിശേഷകൻ രേഖപ്പെടുത്തുക. അവരുടെ പ്രതികരണങ്ങൾ വ്യത്യസ്തമാണ്. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം നമുക്കിവിടെ കാണാം. വാക്കല്ല, പ്രവൃത്തിയാണ് പ്രധാനം. വാഗ്ദാനമല്ല, വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് വേണ്ടത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കേവലം അധരങ്ങൾ കൊണ്ട് പറയുന്നതിലുപരി ഉള്ളുകൊണ്ട്, ഹൃദയം കൊണ്ട് പറയുന്നതിനാണ് പ്രാധാന്യം. അധരങ്ങൾ കൊണ്ട് പറയുന്നതിന് അത്ര പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. ഹൃദയത്തിന്റെ ചിന്തയിൽ നിന്നുമാണല്ലോ അധരങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് അധരം കൊണ്ടൊരു മനുഷ്യന് തെറ്റ് പറ്റി എന്ന് കരുതി അതിൽ പ്രധാനപ്പെട്ടത് അവന്റെ ഉള്ളാണ്. വാക്കിലുള്ള എതിർപ്പും പ്രവൃത്തിയിലുള്ള അനുസരണവും തമ്മിലും, വാക്കിലുള്ള അനുസരണവും പ്രവൃത്തിയിലുള്ള എതിർപ്പും തമ്മിലുമുള്ള വൈപരീത്യ സ്വഭാവമാണ് ഈ ഉപമയുടെ ശ്രദ്ധാകേന്ദ്രം. രണ്ടാമന് മനസ്മാറ്റമുണ്ടായി. ആദ്യത്തെ അവൻ പറയുന്നു, ഞാൻ പോകാം, പക്ഷെ അവൻ പോയില്ല. വാക്കുകൊണ്ട് പിതാവിനെ അനുസരിച്ചു, പ്രവൃത്തി കൊണ്ട് പിതാവിന്റെ ഹിതത്തിനെതിരായി പെരുമാറി. രണ്ടാമത്തേവനാകട്ടെ വാക്കുകൊണ്ട് പിതാവിനെ മറുതലിച്ചു, പക്ഷേ പ്രവൃത്തി കൊണ്ട് അവൻ അതിനെ തിരുത്തി.
ഇവിടെ മനസ്സിന്റെ ഒരു മാറ്റമാണ് പശ്ചാത്താപം. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയവൻ ആരാണ്? ശ്രോതാക്കളിൽ നിന്നും യേശു ഉത്തരം ചോദിക്കുകയാണ്. വാക്കുകൊണ്ട് അനുസരിച്ചിട്ട് അത് ഹൃദയത്തിൽ സ്വീകരിക്കാതെ ചെയ്യാതിരുന്നവരാണോ, അതോ വാക്കുകൊണ്ട് എതിർത്തിട്ട് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് അവൻ അത് ചെയ്യുന്നവനാണോ ദൈവത്തിന്റെ മുമ്പിൽ സ്വീകൃതൻ എന്നുള്ളൊരു ചോദ്യമാണ് ശ്രോതാക്കളോട് യേശു ചോദിക്കുക. സനാതനമായ ഒരു സത്യം യേശു അവസാനമായി പറയുന്നുണ്ട്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളും ആയിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഈ സനാതനമായ സത്യത്തിന് മുമ്പ് യേശു ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ശ്രവിക്കുന്നവർ പറയുകയാണ്. അവർ പറഞ്ഞു, രണ്ടാമൻ പോകാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ട് പോയവൻ അവനാണ്, അവന്റെ പ്രവൃത്തിയാണ് അംഗീകരിക്കപ്പെടേണ്ടത് എന്ന് ഇവർ മറുപടി പറയുകയാണ്. ഈ സുവിശേഷ ഭാഗത്ത് അതിന്റെ ഗ്രീക്ക് മൂലത്തിൽ പറയുന്നത് മെത്ത മെലസ്തായ് എന്നൊരു വാക്കാണ്. മെത്തനോയിയ എന്ന വാക്ക് നാം കേട്ടിട്ടുണ്ട്. പശ്ചാത്താപത്തിന് ഉപയോഗിക്കുന്ന വാക്ക് ഹൃദയമാറ്റമാണത്. ഇവിടെ അല്പം കൂടി വ്യത്യസ്തമായ ഒരു വാക്ക് മെത്ത മെലസ്തായ്, മനസ്സിന്റെ മാറ്റം എന്നാണ്. മനസ്സാണല്ലോ തീരുമാനങ്ങൾ എടുക്കുന്ന തലം. ഒരു മനുഷ്യന്റെ വിൽ എന്ന് പറയുന്നത് അവിടെയാണ് മാറ്റം വരേണ്ടത്. ഹൃദയത്തിലും വരുന്ന മാറ്റങ്ങൾ പോലെ തന്നെ മനസ്സിലുണ്ടാകുന്ന മാറ്റം മെത്ത മെലസ്തായ് എന്നുള്ള പ്രയോഗം മത്തായി സ്വീകരിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധേയമാണ്. അത് മനസ്സിന്റെ മാറ്റമാണ്, പശ്ചാത്താപമാണ്, ഒരു പിതാവിന്റെ ഹിതം നിറവേറ്റലാണത്. ശ്രോതാക്കളിൽ നിന്നും ഉത്തരം ലഭിച്ച ശേഷം യേശു സനാതനമായ ഒരു സത്യം പഠിപ്പിക്കുകയാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളും ആയിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക. യേശു പറയുന്ന, യേശു സംബോധന ചെയ്യുന്ന പ്രധാന പുരോഹിതന്മാര്, നിയമജ്ഞര്, ഇങ്ങനെയുള്ള അധികാരികളോട് യേശു പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പായി പാപികളെന്ന് നാം മുദ്ര കുത്തുന്ന വേശ്യകളും ചുങ്കക്കാരും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കും. കാരണം ഈ സമൂഹത്തിൽ ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ വേശ്യകളും ചുങ്കക്കാരും തമ്മിലുള്ള ഒരു യോജിപ്പിന്റെ പശ്ചാത്തലത്തിലാണ്, അവരെ ഒരുമിച്ചാണ് പലപ്പോഴും ഇവിടെ അവതരിപ്പിക്കുക. പാപികൾ എന്നുള്ള അർത്ഥത്തിലാണ് വേശ്യകളും ചുങ്കക്കാരും പരാമർശിക്കപ്പെടുക. അനീതി പ്രവർത്തിക്കുന്നവരാണ് ചുങ്കക്കാര്. അമിതമായി അനീതിപരമായി ചുങ്കം പിരിക്കുന്നവര്. അവര് ചുങ്കത്തിന്റെ പരിധി അവര് തന്നെ തീരുമാനിക്കുന്നു, നിയമങ്ങൾ അനുസരിച്ചല്ല. വേശ്യകളാകട്ടെ അവിശ്വസ്തരാണ്. വിശ്വസ്തതയിൽ ജീവിക്കാത്തവരെയാണ് വേശ്യകൾ എന്ന് പറയുക. വിശ്വസ്തതയാണ് കുടുംബജീവിതത്തിന്റെ അനിവാര്യത. വേശ്യാവൃത്തിക്ക് പോകുന്നവര് ആ വിശ്വസ്തതയ്ക്ക് എതിരായിട്ട് ചലിക്കുന്നവരാണ്. പക്ഷേ അതുകൊണ്ടാണ് ചുങ്കക്കാരെയും വേശ്യകളെയും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന സുവിശേഷകന്മാരുടെ പ്രത്യേകത. മാനസാന്തരപ്പെടുന്നത് വഴി ഈ വേശ്യകളും ചുങ്കക്കാരും നീതീകരിക്കപ്പെടും എന്ന് യേശു പറയുകയാണ്. സ്വർഗ്ഗരാജ്യത്തിന് അവകാശികളാകും ഇപ്രകാരമുള്ളവര്. ചുങ്കക്കാരനായ ലേവി മത്തായിയായി മാറിയ അനുഭവം നമുക്കറിയാം. ചുങ്കക്കാരനായ ലേവി പാപിയായിട്ട് കണക്കാക്കപ്പെടുന്നുവെങ്കിലും അവനെ അവിടെ കർത്താവ് വിളിച്ച് മാനസാന്തരപ്പെടുത്തുകയാണ്, അവൻ മത്തായിയാക്കി മാറ്റുകയാണ്. അപ്പോൾ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ സ്വീകൃതമാണ് എന്നുള്ള വലിയ ചിന്ത ഇന്നത്തെ സുവിശേഷത്തിലൂടെ തരുന്നു. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകാം, നാം ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കാം. പക്ഷേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ വഴികൾ തേടിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് നാം കടന്നു വരണമെന്ന് ഇന്നത്തെ ഈ ഉപമയിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. സമൂഹത്തിലെ ഉന്നതരായ യഹൂദ മത നേതാക്കളും സമൂഹത്തിലെ തഴയപ്പെട്ട വിഭാഗമായ ചുങ്കക്കാരും വേശ്യകളും തമ്മിലാണ് ഇവിടെ താരതമ്യം. എല്ലാവരും അംഗീകരിക്കപ്പെട്ടവര്, പ്രധാനികൾ എന്ന് കരുതുന്നവര്, എല്ലാവരുടെയും മുമ്പിലെ നിയമങ്ങൾ പാലിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നവര് സ്വർഗരാജ്യത്തിന് അവകാശികളാകാൻ സാധ്യതയില്ലെന്നും, അതേസമയം പാപികൾ എന്ന് സമൂഹം മുദ്ര കുത്തുന്നവര് പശ്ചാത്താപത്തിന്റെ വഴികളിലൂടെ നടന്നു നീങ്ങിയാൽ സ്വർഗരാജ്യത്തിന് അവകാശികളാകുമെന്നുമുള്ള വലിയ സത്യം യേശു നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ വേദഭാഗത്തു കൂടി. യോഹന്നാൻ നീതിയുടെ വഴി,
നിർദ്ദേശിച്ചു, പശ്ചാത്താപിക്കുവാൻ ആഹ്വാനം ചെയ്തു, മിശിഹായെ സ്വീകരിക്കുവാൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ അനുതപിച്ച് തിരിയുവാൻ വിളിച്ചു പറയുന്ന മരുഭൂമിയിലെ ശബ്ദം. ഇതാണ് യോഹന്നാന്റെ ശബ്ദം. യേശു സുവിശേഷത്തിന്റെ അവസാനം പറയുകയാണ്, എന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. യോഹന്നാന്റെ വാക്കുകൾക്ക് നിങ്ങൾ ചെവി കൊടുത്തില്ല. പശ്ചാത്തപിക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദമായിട്ടാണ് യോഹന്നാൻ സമൂഹത്തിൽ കടന്നു വരിക. പക്ഷെ അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാത്ത അനുഭവമാണല്ലോ വേദപുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ നാം കാണുക. നിങ്ങൾ ചുങ്കക്കാരും വേശ്യകളും ആയ മനുഷ്യരെക്കാൾ താഴ്ന്നവരാണ് എന്ന് തന്റെ ശ്രോതാക്കളോട് യേശു പറയുകയാണ്. പാപികളെന്ന് മുദ്ര കുത്തപ്പെട്ടവരായ വേശ്യകളും ചുങ്കക്കാരിലും യേശുവിൽ വിശ്വസിച്ചു. യേശുവിന് മുന്നോടിയായി വന്ന യോഹന്നാന്റെ വാക്കുകളിൽ വിശ്വസിച്ച് മാനസാന്തരത്തിന്റെ വഴികളിലൂടെ ചരിച്ചു. അവർ ചരിക്കും, അവര് നീതീകരിക്കപ്പെടും എന്നാണ് യേശു പറയുക. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കാത്ത വിധം വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല എന്ന് യേശു പറയുന്നു. ഈ സുവിശേഷം നമുക്ക് തരുന്ന വലിയ സന്ദേശം അനുതാപത്തിന്റെ, പശ്ചാത്താപത്തിന്റെ, മനം മാറലിന്റെ ഒരു വലിയ ചിന്തയാണ്. വിജാതിയരുടെ വിശ്വാസവും യഹൂദരുടെ അവിശ്വാസവും ഈ ഉപമയിൽ പ്രകടമായിട്ട് കാണുന്നു. പാപികളെ തേടിയിറങ്ങിയ രക്ഷകൻ യേശു പാപികളുടെ മാനസാന്തരത്തിനാണ് വന്നത്. പാപികളോടൊപ്പം ആയിരുന്നവൻ പാപികളോടൊപ്പം ഭക്ഷണം കഴിക്കുകയും അവരുടെ ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്തപ്പോൾ അവരെ പഴിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ യേശു എപ്പോഴും പാപികളോട് മനസ്സുകൊണ്ട് താതാത്മ്യം പ്രാപിച്ചു. അവരെ നേടുവാനായിട്ട് തന്റെ ശുശ്രൂഷ മാറ്റിവെച്ചു. യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ സഭയുടെ പരമാധികാരിയാക്കി മാറ്റിയ അനുഭവം വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനെ കർത്താവിന്റെ ഇടയ ശുശ്രൂഷയിൽ ശ്രേഷ്ഠനാക്കി മാറ്റുന്ന യേശുവിന്റെ സമീപനം ഇന്നത്തെ ഈ വേദഭാഗത്തിന് വലിയ അർത്ഥം പകരുന്നതാണ്. പാപികളായ മനുഷ്യര് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ടാണ് പിതാവിന്റെ വധസ് ആഹ്വാനം നിരാകരിച്ച മകൻ പശ്ചാത്തപിച്ച് വന്നപ്പോൾ അവനാണ് കൂടുതൽ നീതീകരിക്കപ്പെട്ടവനെന്ന് ശ്രോതാക്കൾക്ക് പോലും തോന്നത്തക്ക രീതിയിൽ വിധി എഴുതുന്നവർ അവരുടെ വിധി എഴുതലിന് പാത്രീഭൂതരായപ്പോൾ അതാണ് സത്യമായ കാര്യമെന്ന് യേശു ഊന്നി പറയുകയാണ്. വാക്കുകൊണ്ട് എല്ലാം നിയമങ്ങൾ അനുസരിച്ചിട്ട് ഹൃദയം ദൈവത്തിൽ നിന്നും അകലെയാണ് എങ്കിൽ നമ്മൾ നീതീകരിക്കപ്പെടുകയില്ല എന്നുള്ള ഒരു വലിയ സത്യം യേശു ഇന്ന് കൈമാറുകയാണ്. സത്യത്തിന് മുമ്പിൽ കണ്ണടയ്ക്കുന്ന ഒരു സമൂഹമാണ് എന്നുള്ളത്. സത്യം എന്താണെന്ന് അറിഞ്ഞാലും അത് മാനസാന്തരപ്പെട്ട് ആ സത്യത്തെ പുൽകുവാനുള്ള നിശ്ചയദാർഢ്യം നമുക്കില്ല, അതിനുള്ള ആർജവത്വം നമുക്കില്ല. ഇന്നത്തെ സമൂഹം മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ നല്ലവരായിട്ട് അഭിനയിച്ചുകൊണ്ട് സത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവര് നീതിയുടെ പാതയിൽ നിന്നും അകന്ന് ജീവിക്കുന്നവരാണ്. അവർക്കുള്ളൊരു വെല്ലുവിളിയായിട്ട് ഈ സുവിശേഷ ഭാഗത്തെ കാണാം. 2 പുത്രന്മാരുടെ ഉപമയായിട്ട് മത്തായി തന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വചനഭാഗത്ത് അവതരിപ്പിക്കുമ്പോൾ ഈ ഒന്നാമത് പറഞ്ഞ പുത്രനെ പോലെ പോകാമെന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കുന്ന മനോഭാവമല്ല. നമ്മുടെ ബലഹീനതകൾ കൊണ്ട് നാം മറുതലിച്ചിട്ട് പശ്ചാത്തപിച്ചു പോയാൽ അതാണ് കൂടുതൽ സ്വീകൃതമായത് എന്ന് യേശു വ്യക്തമാക്കുകയാണ്. സത്യത്തിൽ ഇതിനൊരു 3ാമത്തെ മകൻ കൂടി വേണ്ടതാണ് ഈ വേദഭാഗത്ത്. പോകാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു പുത്രൻ അതിവിടെ അവതരിപ്പിച്ചിട്ടില്ല. 3 സാധ്യതകളുണ്ട്. 1 പോകാം എന്ന് പറഞ്ഞിട്ട് പോകാത്തത്, 2 പോകുകയില്ല എന്ന് പറഞ്ഞിട്ട് പശ്ചാത്തപിച്ചു പോകുന്നത്, 3 പോകാം എന്ന് പറഞ്ഞിട്ട് പോകുന്നവൻ. പോകാം എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് വാക്കും പ്രവൃത്തിയും രണ്ടും ഒരുപോലെ നല്ലതായിട്ടുള്ള പ്രവൃത്തി. അത് സാധാരണ മനുഷ്യന് ചിലപ്പോൾ സാധിക്കാതെ പോകുന്ന ഒരു സാധ്യത കൂടി ഉണ്ടാകാം. എങ്കിലും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ദൈവത്തിന്റെ സന്നിധിയിൽ പശ്ചാത്താപപൂർവം തിരുത്തുവാൻ തയ്യാറായാൽ സ്വർഗരാജ്യത്തിന് നാം അവകാശികളാകുമെന്നുള്ള പ്രത്യാശയുടെ തിരുവചനങ്ങളാണ് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് കൈമാറുക. സ്നേഹമുള്ളവരെ, ഇന്ന് തേജസ്കരണത്തിന് ശേഷമുള്ള ഈ 1-ാം ഞായറാഴ്ച
സ്വർഗരാജ്യ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാം സഭയോടൊത്ത് ചിന്തിക്കുന്ന ഈ തേജസ്കരണ കാലത്ത് ഈ രണ്ട് പുത്രന്മാരുടെ ഉപമയിലൂടെ മത്തായി ശ്ലീഹ യേശുവിന്റെ വാക്കുകളായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പശ്ചാത്താപത്തിന്റെ വഴിയിലേക്ക് നാം തിരിയുക എന്നുള്ള വലിയ ആഹ്വാനമാണ്. കുറവുകളുള്ളവർക്ക് പോലും സ്വർഗരാജ്യം അവകാശപ്പെടുത്തുവാൻ സാധിക്കും എന്നുള്ള പ്രത്യാശയുടെ തിരുവചനങ്ങൾ ഈ ഉപമയിലൂടെ യേശു കൈമാറുന്നു. ഈ ഉപമയുടെ പൊരുൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിനും നമ്മുടെ കുറവുകളെ ദൈവത്തിന്റെ സന്നിധിയിൽ അംഗീകരിച്ചുകൊണ്ട് ഒരു മെത്താമെലസ്തായി എന്നുള്ള മനോഭാവത്തിലേക്ക്, മനസ്സിന്റെ മാറ്റത്തിലേക്ക് കടന്നു വരുന്നതിനും നമുക്ക് പരിശ്രമിക്കാം. ഇതാണ് ക്രിസ്തീയമായ വിളിയും ചിന്തയും. ഈ പാതയിലൂടെ നടന്നു നീങ്ങുവാൻ ക്രൈസ്തവരായ നമുക്ക് പ്രത്യേകമായിട്ട് ചിന്തിക്കാം. ഈ സുവിശേഷ ഭാഗം നമ്മെ ആത്മീയമായി പ്രചോദിപ്പിക്കട്ടെ. എല്ലാവർക്കും തേജസ്കരണ കാലത്തെ 1-ാം ഞായറാഴ്ചയുടെ വലിയ ചിന്തകളിലേക്ക് പ്രത്യേകമായി സ്വാഗതം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ പാഠമായി നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.